വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുന്നവരായിരിക്കാം, 4ാം ക്ലാസ്സിൽ നിന്നും ക്ലാസ്സുകൾ കണ്ടവരായിരിക്കാം, ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരോടും കൂടെ ഞാൻ പറയാണ്, സൈലത്തിൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ ഉണ്ടാവുക, ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. നിങ്ങളുടെ കൂടെ ഓരോ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുമായിട്ട് ഞങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ മക്കളെ ഇത് നോക്കൂ, മധുരം മലയാളം എപ്പോഴും മധുരമാണ് അല്ലേ. അപ്പം മലയാള വിഷയം നിങ്ങൾ പഠിപ്പിക്കുന്നത് ഞാനാണ്. എൻ്റെ പേര് ശ്രുതി എന്നാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കൂള് തുറന്നു, പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയോ? മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ മലയാളം ഫസ്റ്റ് എല്ലാവർക്കും പഠിക്കാനുണ്ടാവില്ല അല്ലേ. ഉറുദു അറബിയൊക്കെ പഠിക്കുന്നവർക്ക് മലയാളം ഫസ്റ്റ് ഉണ്ടാവില്ല, മലയാളം സെക്കൻഡ് എല്ലാവർക്കും പഠിക്കാനുണ്ടാവും. അതിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ആപ്പ് ലൈവിൽ, അതായത് പൃഥ്വി എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്, അതിൽ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് നടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നോക്കിയേ, മലയാളം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം ഫസ്റ്റ്, മലയാളം 1 എല്ലാവരും പഠിക്കുന്നുണ്ടോ? ആരൊക്കെ പഠിക്കുന്നുണ്ട്? ഒന്ന് കൈ ഉയർത്തിയേ. അയ്യോ, ടീച്ചർക്ക് കാണാൻ പറ്റില്ല അല്ലേ നിങ്ങൾ കൈ ഉയർത്തുന്ന സമയത്ത്. സാരില്ല, ഞാനിവിടുന്ന് ഊഹിച്ചോളാം ആരൊക്കെയാ മലയാളം പഠിക്കുന്നത് എന്നുള്ളത്. അപ്പം മലയാളം ഫസ്റ്റിൻ്റെ കേരള പാഠാവലി എന്ന് പറയുന്ന ഭാഗമാണ് കേരള പാഠാവലി. അതിൻ്റെ ആദ്യ യൂണിറ്റിന്റെ പേരാണ് ഇത്തിരി പൂവേ കുരുന്നു പൂവേ. അപ്പൊ പൂക്കളെ പറ്റിയൊക്കെ ഉണ്ടാവും അല്ലേ. ഇത്തിരി പൂവേ കുരുന്നു പൂവേ ആണ് യൂണിറ്റ് 1 ആണ്. അപ്പൊ ഈ യൂണിറ്റിലുള്ള ആദ്യത്തെ പാഠം മനോഹരമായൊരു കവിതയാണ് കേട്ടോ. ആ കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചൊല്ലിത്തരാം. മണ്ണിന്റെ കിനാവുകൾ ചൊല്ലിത്തരാം കേട്ടോ. പി മധുസൂദനൻ എഴുതിയ കവിതയാണ്. അപ്പോൾ കവിതയിലോട്ട് നമുക്ക് പോകാം. മണ്ണിന്റെ കിനാവുകൾ. മണ്ണാണ്. ഈ മണ്ണിൽ മുളച്ചു പൊന്തുന്ന ചെടിയുടെ മുകളിൽ ഉണ്ടാവുന്ന പൂക്കളെ പറ്റിയൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. നമുക്ക് കവിത ഒന്ന് കേട്ടു നോക്കിയാലോ. ഇതാ, പൊൻവയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. എന്താ പറയുന്നത്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന തുമ്പകൾ, മുക്കുറ്റിപ്പൂവും തുമ്പപ്പൂവും, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ, സന്ധ്യാസമയത്തിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. അപ്പൊ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ച ചന്തമാകെ പകർന്ന ജമന്തിപ്പൂക്കൾ, അതായത് സന്ധ്യയുടെ നിറമുള്ള ജമന്തിപ്പൂക്കൾ. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പിപ്പൂക്കൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ. പനിനീർപ്പൂക്കൾ എന്താണ്? സുഗന്ധം വിരിച്ചു നിൽക്കുന്ന പൂവാണല്ലേ. അപ്പൊ പറയാണ്, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ. പനിനീർപ്പൂവ് എല്ലാവർക്കും സുഗന്ധം പരത്തി അല്ലേ, ചുറ്റിലും സുഗന്ധം പരത്തിക്കൊണ്ട് മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവാണ് പനിനീർപ്പൂക്കൾ. അപ്പൊ മുക്കുറ്റിയുണ്ട്, തുമ്പയുണ്ട്, ജമന്തിയുണ്ട്, കോളാമ്പിയുണ്ട്, പനിനീർപ്പൂവുണ്ട് അല്ലേ. ഇനി ഏത് പൂവാ നോക്കണേ? രാത്രി വിരിയുന്ന ഒരു പൂവുണ്ട്. അതേതാണ്? രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാത്രിയാണ് മുല്ല വിരിയാറ്. അതുപോലെ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ചെന്താരു എന്ന് പറയുന്ന പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല നല്ല മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവുണ്ട് അല്ലേ. ഇതിന് മറ്റൊരു പേരുണ്ടായിരുന്നു. നിങ്ങൾ എന്താ പറയുക അതിന്? ഒരു ചുവന്ന നിറത്തില് നിറയെ, ഒരു പറമ്പ് നിറയെ ഒക്കെ അങ്ങ് ഉണ്ടാവും ഈ ഒരു ചെടിയില് പൂവ്. പിന്നെ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ
തൂമയേറിടും വാടാമലരുകൾ. തൂമ എന്ന് പറഞ്ഞാൽ ഭംഗിയേറുന്ന വാടാമലരുകൾ അല്ലേ? മനോഹരമായ പൂക്കളെ പറ്റി പറയുകയാണ് ഇവിടെയെല്ലാം. അടുത്തത് പൂക്കളെത്രയോ പൂക്കളീ ഭൂമിയിൽ മക്കളായി പിറക്കുന്നു നിത്യവും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. എത്രയോ പൂക്കളുണ്ട് ഇവിടെ അല്ലേ? നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ അല്ലേ? അതിന് ചൂടിലും വാടാതെ നിൽക്കുന്ന പൂവുകളുണ്ട്, അതുപോലെ ഏതിരുട്ടിലും മനോഹരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൂക്കളുണ്ട്. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, മണ്ണിൻ്റെ കിനാവുകളാണ്, മണ്ണിൻ്റെ ഓമൽ കിനാവുകളാണ് പൂക്കൾ എന്ന് പറയുന്നത്. മണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നത് ഒരു പക്ഷേ ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ആ ഭാഗത്തോട്, ആ സ്ഥലത്തോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് അല്ലേ? പൂവിനും മണ്ണിനും ഒരു പ്രതീക്ഷയാണ് ഇത്. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ മണ്ണിന് ഒരു പ്രതീക്ഷയാണ്, മണ്ണിൻ്റെ കിനാവാണ്, മണ്ണിൻ്റെ സ്വപ്നമാണ് ഈ പൂക്കളായി വിരിയുന്നത് എന്നാണ് കവി പറയുന്നത്. പൂക്കൾ ഓരോരോ ജീവന്റെ പ്രേമ പ്രതീക്ഷകളാണ്, സ്നേഹത്തിൻ്റെ പ്രതീക്ഷകളാണ്. പ്രേമം എന്ന് പറയുമ്പോൾ ഇവിടെ സ്നേഹം എന്നാണ് അർത്ഥമാക്കുന്നത്. പി മധുസൂദനൻ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന് പറയുന്ന മനോഹരമായ കവിതയാണിത്. അപ്പോൾ ഇതിൻ്റെ കവിതയും ആശയവും അർത്ഥവും ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ പഠിക്കണം. ഈ ഓരോ പൂക്കളെ പറ്റിയും എന്താണ് എന്നൊക്കെ ടീച്ചർ അടുത്ത വീഡിയോയിൽ പറയാം. മനോഹരമായ കവിതയായിരുന്നു മണ്ണിൻ്റെ കിനാവുകൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സൈലം ക്ലാസ്സുകളിൽ, ഓൺലൈൻ ക്ലാസ്സുകളിൽ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. പൃഥ്വി എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് വെറും 2499 രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഫീ. അവിടെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, സ്ലൈഡ്സും നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടിപൊളി ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്, ബാച്ചാണ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ കൂടെ പോകുന്ന നമ്പറും അതുപോലെ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം മക്കളെ. അതുപോലെ അനിയന്മാരുണ്ടെങ്കിൽ, 4ാം ക്ലാസ്സിലെ മക്കളുണ്ടെങ്കിൽ അവരോടും, ഏട്ടന്മാർ 6, 7 മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടും പറയാം. അതുപോലെ 8, 9, 10 ക്ലാസ്സുകളിലും +1, +2, ഇനിയിപ്പോൾ ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അതിനൊക്കെയുള്ള കോച്ചിങ് നമ്മുടെ സൈലത്തിലുണ്ട്. എല്ലാവരും അത് അറിയിക്കുക. ടീച്ചർ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.